ഹരിപ്രസാദ് കേരള വ്യാപാരി വ്യവസായി മണപ്പള്ളി യൂണിറ്റിന്റെ പ്രസിഡന്റ് ഹരിപ്രസാദ് പൊന്നാട അണിയിക്കുന്നു. ഞങ്ങളുടെ അദ്ദേഹത്തെ അനുമോദിച്ച് ഹസ്തദാനം ചെയ്യുകയാണ്. ഹസ്തദാനം ചെയ്യാറ് ഞങ്ങളുടെ എല്ലാവിധ അനുമോദനങ്ങളും ഞങ്ങൾ ലോട്ടറി ഏജൻസിക്കും അതുപോലെ ഈ ഭാഗ്യം ലഭിച്ച അച്ഛനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ തുക വേണ്ട വിധം വിനിയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. നാടിനും നാട്ടുകാർക്കും പാവത്തിന് ഉതകുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യട്ടെ. കാരണം അദ്ദേഹം സാധാരണക്കാരനാണ്. അദ്ദേഹവും അമ്മയും ഇന്ന് രാവിലെ തന്നെ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഈ TV ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വൈഫ് പറഞ്ഞു, അത് ആ അമ്മ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു അമ്മയാണ്. ഇന്നൊരു സംസാരത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായത് പറഞ്ഞു. അപ്പോൾ അമ്മ ഇതെല്ലാം സൂക്ഷിക്കുക. സമ്പത്ത് എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമാണ്. അത് വേണ്ട വിധം ഉപയോഗിക്കുക. ഈ മോനെ സംബന്ധിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം, ഇദ്ദേഹം ഒരു ദിവസം കുറഞ്ഞത് ഒരു 50-60 കിലോമീറ്റർ നടക്കുന്ന ഒരാളാണ്. ഈ പ്രദേശത്തുള്ള സാധാരണക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് വിനോദ്. ഇപ്പൊ 2 ദിവസം കൊണ്ട് വിനോദിന്റെ പേര് ഇവിടെ വളരെ പ്രസിദ്ധമായിരിക്കുകയാണ്. ആ അച്ഛനെക്കാട്ടി കൂടുതൽ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ എന്നുള്ള നിലയിലാണ് ആൾക്കാർ അദ്ദേഹത്തെ അറിഞ്ഞത്. ഇവിടെ മണപ്പള്ളിയിൽ എല്ലാവരും കുറേ അധികം ആൾക്കാർ ഇദ്ദേഹത്തെ അറിയുകയും ഇദ്ദേഹത്തിന്റെ കയ്യിൽ ടിക്കറ്റ് വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഇദ്ദേഹത്തിന്റെ ടിക്കറ്റിന്റെ ബിസിനസ്സാണ്. എന്തായാലും അദ്ദേഹത്തെ എല്ലാവിധ ആശംസകളും നേരുന്നു. അനിൽ ഡി പുതിയതായിട്ട് എടുക്കാൻ പോകുന്ന ബമ്പർ ടിക്കറ്റ് കൂടി അച്ഛന് കൊടുത്തുകൊണ്ട് മൻസൂൺ ബമ്പർ എത്രയായിരുന്നത് 10 കോടി രൂപയുടെ മൻസൂർ ബമ്പർ കൂടി അദ്ദേഹത്തിന് സൗജന്യമായി നൽകുകയാണ്. അപ്പൊ ഇതൊന്ന് അടിക്കട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. സാധാരണക്കാർക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാടിന്റെ വികസനം കാര്യങ്ങളിൽ ഇവർക്ക് തുണയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ അമ്മയ്ക്ക്? സന്തോഷം ഉണ്ടല്ലോ. നമ്മൾ ഒരുപാട് കേട്ടു. നമ്മൾ വരുന്ന വഴിയിൽ തന്നെ നമ്മൾ ഒരുപാട് അന്വേഷിച്ചപ്പം പറയുകയും ചെയ്തു, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ളവരാണെന്നും ഒരുപാട് അമ്മയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് എന്റെ വീട് വരെ പിന്നെ വില്ലേജ് ഓഫീസർ വന്ന് അത് അവര് തന്നെ കോളനി പോലീസുകാർ. പിന്നെ ഞാൻ കൊല്ലത്ത് നമുക്ക് അറിയുന്ന ഒരു അദ്ദേഹം 11 ലക്ഷം രൂപയായി. ഞങ്ങൾ 5 ലക്ഷം രൂപ 11 ലക്ഷം രൂപ അതിനെ മാറ്റി. അതിന് എനിക്ക് സുഖമില്ലാതായി, തലയ്ക്ക് ചിലവില്ലാതായി. എന്തായാലും ദൈവം അതിനൊരു തുണ കാണിച്ചാന്നില്ല. എന്തായാലും ലോട്ടറി